ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ മുംബൈയിൽ നിന്ന് നാട്ടിലോട്ട് പോവാണ്. അപ്പം ഇത് മുംബൈ എയർപോർട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ രണ്ടുപേരുടെയും രണ്ട് ടെർമിനലായിരുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, രാജേട്ടൻ മുംബൈയിൽ നിന്ന് നേരെ കാൺപൂർക്ക് പോകും, ഞാൻ നാട്ടിലോട്ട് പോരും. അപ്പം നമുക്കൊരബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഓർത്തു ടെർമിനലിൻ്റെ നമ്മൾ ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു ചെക്ക് ഇൻ ചെയ്യാനായിട്ട് വന്നപ്പം അവിടെ നമ്മൾ ഗേറ്റിൽ കിടക്കത്തില്ലേ, അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ടെർമിനൽ 2 അപ്പോൾ രാജേട്ടൻ്റെ ടെർമിനൽ 1 ആയിരുന്നു. രാജേട്ടൻ അങ്ങ് കയറിപ്പോയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ടെർമിനൽ 2 വരണമായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല സുഖമില്ല കേട്ടോ. എൻ്റെ വയറ് ഭയങ്കര അപ്സെറ്റും ഭയങ്കര സ്റ്റൊമക്ക് പെയിനും എല്ലാം ആയിട്ടിരിക്കുക. പക്ഷേ അവിടെ നിന്ന് അപ്പം ഞാൻ എന്നിട്ട് ബസ് എടുത്തിട്ട് എനിക്ക് ടെർമിനൽ 2 വരണമായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഭയങ്കര ഒരു ധൃതി ഒക്കെ ആയിപ്പോയി. അപ്പോൾ രാജേഷൻ്റെ ഫ്ലൈറ്റ് നേരത്തെ ആയിരുന്നു, എൻ്റെ ലേറ്റ് ആയിരുന്നു. ഞാൻ എന്നിട്ട് ഇവിടെ വന്നിങ്ങനെ ഇരിക്കും. ഇവിടെ വന്നിരുന്നപ്പോഴൊക്കെ എനിക്കങ്ങ് ഭയങ്കര പെയിനാണ്. ഞാൻ അത് കഴിഞ്ഞപ്പോൾ 1 അവർ പിന്നെയും ഫ്ലൈറ്റ് ഡിലേ ആയി. അപ്പോൾ എനിക്കൊന്നും കഴിക്കണോ വേണ്ടതെന്നും അറിയത്തില്ല, ഭയങ്കര പെയിനും. അന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് വയ്യായിരുന്നു. ഞാൻ ഒരു മണിക്കൂറുടെ അവരുടെ ചെക്കൗട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയും കിടന്നിട്ട് കുറേ മരുന്നെല്ലാം കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റ് ഡിലേ ആയി 8:10 മുംബൈയിൽ നിന്ന്. അങ്ങനെ ഒരു വിധത്തിൽ 10:15 നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ എത്തി. കൊച്ചിൻ എയർപോർട്ടിൽ എത്തിയപ്പോഴത്തേനും അജുവും കൊച്ചിയിലെത്തിയിട്ടുണ്ടായിരുന്നു, കാൺപൂരിൽ നിന്ന് ഡയറക്റ്റ്. അജു 9:30 എത്തി. അരമണിക്കൂർ എന്നെയും കൂടെ വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ എന്നിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. വീട്ടിലോട്ട് തിരിച്ചു പോയപ്പം അജുവിന് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാമല്ലോ എന്ന് വെച്ച് വഴിയിലൊരു സ്ഥലത്ത് കയറി. രാത്രി ഞങ്ങൾ 1 മണിയായപ്പോഴത്തേനും വീട്ടിലെത്തി. പിറ്റേ ദിവസമൊക്കെ എനിക്ക് തീരെ വയ്യ. രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ വന്ന് കിടന്ന് ഞാൻ ഉച്ചയ്ക്ക് എണീറ്റ് വന്നപ്പോൾ ഇവിടെ പ്ലാങ്ക് ചലഞ്ചൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും, എനിക്ക് തീരെ വയ്യ. ഞാൻ എന്ന് പറഞ്ഞാൽ തീരെ ഡള്ളാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രിപ്പൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് വന്നിട്ടും എനിക്കൊന്നും കഴിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം ജസ്റ്റ് ഞാൻ കുറച്ചതുകൊണ്ട് അവരുടെ ഇവിടെയൊക്കെ കുറച്ച് വീഡിയോ എടുത്തോളൂ. എനിക്ക് വയ്യായിരുന്നാണ് കേട്ടോ, ശരിക്കും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മീരയ്ക്ക് ടൈമേ ഇല്ലായിരുന്നു. മീര 2 ദിവസം കഴിയുമ്പോൾ പോവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പക്ഷേ മീരയുടെ കൂടെയും ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല, എനിക്ക് സുഖമില്ലായിരുന്നുകൊണ്ട്. അപ്പോൾ എന്നാലും അമ്മ വെച്ച ആദ്യത്തെ കറികളൊക്കെ നാട്ടിൽ വരുമ്പോൾ ഞാൻ എന്ത് ഇതായിട്ട് കഴിക്കുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു. അപ്പോൾ എന്താ, കറികളുടെ ഒരു പ്രളയം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. ഞാൻ അതായത് വന്ന ദിവസം പിറ്റേ ദിവസം ഒന്നും കഴിച്ചില്ല. കുറച്ച് കഞ്ഞി, തൈര് ഇതൊക്കെ മാത്രമാണ് കഴിച്ചത്. അപ്പോൾ ഇങ്ങനെ സിപ്പപ്പ് കൊണ്ടുവന്നിരിക്കുക. സിപ്പപ്പ് കണ്ടപ്പോൾ ഞാനിങ്ങനെ, നമ്മുടെ ഭയങ്കര നൊസ്റ്റാൾജിയാണല്ലോ, നമ്മുടെ ആ കാൺപൂരിലോട്ട് അങ്ങനെ സിപ്പപ്പ് ഇല്ല കേട്ടോ. അപ്പോൾ ഈ സിപ്പപ്പ് കാണുമ്പോൾ എപ്പോഴും നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ. ഇതെൻ്റെ കസിനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ പിസ്തയുടെ ഉണ്ട്, ഓറഞ്ചിൻ്റെ ഉണ്ട്. പിന്നെ അങ്ങനെ ഇവരെല്ലാവരും നമ്മൾ വെളിയിൽ നിന്ന് എല്ലാവർക്കും ഇവിടെ നാട്ടിലെ ഫുഡ് ഒരു നൊസ്റ്റാൾജിയാണല്ലോ. അങ്ങനെ ഏത്തയ്ക്കാപ്പം, ഉഴുന്നുവട, പരിപ്പുവട എല്ലാം വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ, ഗോപുവൊക്കെ കൂടെ. അപ്പോൾ ഞാൻ വീഡിയോ കൊണ്ട് വരുമ്പോൾ എല്ലാവർക്കും പേടിയാണ് ഞാൻ വീഡിയോ എടുക്കും എന്നുള്ളത്. എല്ലാവർക്കും താല്പര്യം ഉണ്ടാവണം എന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പക്ഷേ ഇവരൊന്നും കുഴപ്പമില്ല കേട്ടോ, ഗോപു, അനിയൻ, ഇവരൊന്നും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിരുന്നപ്പോൾ നമ്മൾ വൈകുന്നേരം നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ട് കുറച്ച് നടന്ന് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ നടക്കാനിറങ്ങി. ഞാനും മീരയും ഗോപുവും പിന്നെ നമ്മുടെ നീലു. അവൾ പിണങ്ങിയാണ് കേട്ടോ വരുന്നത്, അവൾക്ക് ഇഷ്ടമല്ല വരുന്നത്. എന്നാൽ അവിടെ ഇരുന്നോളാൻ പറഞ്ഞ് ഇരിക്കത്തുമില്ല, പക്ഷേ വരണം. അങ്ങനെ പിണങ്ങി കൂടെ വരികയാണ് കേട്ടോ. നമ്മുടെ ഒരു കസിൻ്റെ വീട്ടിലോട്ട് പോവാം. അപ്പം ഞാൻ നാട്ടിൽ തന്നെ ഉണ്ട് കുറച്ച് നാൾ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ഇടാം കേട്ടോ. കാരണം ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഹെൽത്ത് ശരിയല്ല. പക്ഷേ ഞാനൊന്ന് വന്നു, ജസ്റ്റ് ഒരു അപ്ഡേറ്റ് പോലെ തന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഞാനിനിയും ഡീറ്റെയിൽ ആയിട്ട് അമ്മയുടെ കൂടെയും അമ്മ വയ്ക്കുന്ന കൂട്ടാനൊക്കെ ഇല്ലേ, അതൊക്കെ കേട്ട് ഞാൻ വീഡിയോ ഒക്കെ ശരിക്കും ഇടാം. ഇതിപ്പോൾ അവരുടെ ഗാർഡനാണ് കേട്ടോ, ഒരു നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗാർഡൻ. അപ്പോൾ ജസ്റ്റ് ഞാനന്ന് ഇപ്പോൾ മീര ഇങ്ങനെ ഓരോ പ്ലാന്റും ഇതാണെന്നൊക്കെ പറയുമായിരുന്നു. നമുക്ക് അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കാൻ പറ്റത്തില്ലാത്ത ടൈപ്പ് ചെടികളും ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ സീസണിൽ മാത്രം വരുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ചേച്ചിയുടെ കൂടെയൊക്കെ സംസാരിച്ചിട്ട് ഒക്കെ തിരിച്ചു പോവുകയാണ് കേട്ടോ. ജസ്റ്റ് വൈകുന്നേരം വെറുതെ വന്നിരിക്കുക. അന്ന് രാത്രി മീര തിരിച്ചും പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നാട്ടിലെ കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല അതെനിക്കറിയാം. കാരണം അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് എടുത്തിട്ട്, അതായത് എനിക്കൊന്ന് എന്തെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്ത വീഡിയോ ആണിത്.
അത് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും എൻ്റെ വീടും എൻ്റെ നാടും ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. തിരിച്ചു പോയി. അപ്പോഴും എനിക്കൊന്നും ശരിക്കും കഴിക്കാറായിട്ടില്ല. കുറച്ചൊക്കെ എന്തെങ്കിലും കാപ്പിയൊക്കെ കുടിക്കാൻ ചിലതിനൊക്കെ ടേസ്റ്റ് മാത്രം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇൻഫെക്ഷനായിപ്പോയി. അതായത് CRP എന്താണ്ട് 9 വേണ്ടടുത്ത് 149 എന്തോ, അത്രയ്ക്ക് സ്റ്റൊമക്ക് ഇൻഫെക്ഷൻ ആയിരുന്നു. പിന്നെ ആൻറ്റിബയോട്ടിക്സും ഇഞ്ചെക്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 1 കിലോ 1.5 കിലോ അന്നേരം തന്നെ കുറഞ്ഞിട്ടുണ്ടെന്ന്. അതുപോലെ എനിക്ക് ക്ഷീണമായിരുന്നു. പിന്നെ ഞാൻ കിടന്ന് മടുത്തപ്പോൾ ഞാൻ ഇവരുടെ കൂടെ നടന്നതാണ്. അപ്പോൾ വൈകുന്നേരം രാത്രിയിലായിരുന്നു, ഏർലി മോർണിംഗ് ആയിരുന്നു മീരയുടെ ഫ്ലൈറ്റ്. അപ്പം ഞാനോർത്തു ഞാനും കൂടെ പോകാം. ഞാനും ഗോപും കൂടെയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോകുന്നതിന് മുമ്പ് ശരവണ ഭവനിലില്ലേ നമ്മുടെ എയർപോർട്ടിൻ്റെ തൊട്ട് മുന്നേ, അവിടെ കയറി ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ മീര അങ്ങനെ പോയി കേട്ടോ. മീരയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനേ പറ്റില്ല. അവർ കോട്ടയത്ത് പോയപ്പോഴും എനിക്ക് എണീറ്റ് നിൽക്കാനുള്ള എനർജി ഇല്ലാത്തതുകൊണ്ട് എങ്ങും പോകാൻ പറ്റില്ല. ജസ്റ്റ് പിന്നെ ഞാനിപ്പോൾ വന്നത് തന്നെ മീര ഒന്ന് കണ്ടു, 2 ദിവസം ഉണ്ടായിരുന്നു, അങ്ങ് തിരിച്ചു പോയി. ഇനി നെക്സ്റ്റ് ടൈം കാണാമെന്നുള്ള ഇതിൽ. ഗോപുവൊക്കെ ഒരാഴ്ചയും കൂടെ ഉണ്ട്. ഗോപുവൊക്കെ ഈ ആഴ്ചയെ പോകത്തുള്ളൂ. അങ്ങനെ ഒരു വെക്കേഷൻ കഴിഞ്ഞ് മീര തിരിച്ചു പോയി. ഞങ്ങൾ മീര വിട്ടിട്ട് തിരിച്ചിങ്ങോട്ട് വരികയാണ് കേട്ടോ രാത്രി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലെത്തിയപ്പോൾ വെളുപ്പിന് 3 മണിയായി. അപ്പോൾ അന്നത്തെ ഉറക്കം ശരിയായിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ 3:30 ആയപ്പോൾ കിടന്നുറങ്ങി. എനിക്ക് തോന്നുന്നു ഒരു 8 മണി വരെയൊക്കെ കിടന്നുറങ്ങി. എത്രയായാലും ഞാൻ പണ്ടും പറയുമല്ലോ, നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്ന ഉറക്കം ശരിയാകത്തില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് അന്ന് നമുക്ക് വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങിക്കാം. നമ്മുടെ പുതുപ്പള്ളി, ഉമ്മൻചാണ്ടിയുടെ നാടാണല്ലോ, പുതുപ്പള്ളിയിൽ പോയി ബെസ്റ്റിൽ പോയി. നമുക്ക് ഏറ്റവും അടുത്ത് ഏറ്റവും നല്ല ബേക്കറിയാണ് കേട്ടോ ബെസ്റ്റ്. നമ്മുടെ അവിടെ നിന്ന് 2-3 കിലോമീറ്ററേ ഉള്ളൂ. പുതുപ്പള്ളി പോയിട്ട് ഞങ്ങൾ ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിള്ളേരും നമ്മളെല്ലാവരും ഉണ്ടല്ലോ വീട്ടിൽ. അപ്പോൾ അമ്മ ഇന്നൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അജ്ജു കൊണ്ട് നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, പിന്നെന്തായിരുന്നു, നാന്, ചിക്കൻ ഫ്രൈ, ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. ഇവരെല്ലാം നോൺ വെജിൻ്റെ ആൾക്കാരാണ്. പച്ചക്കറിയൊക്കെ ഇവരെ കുത്തിക്കയറ്റണം. അവരത്ര കഴിക്കാൻ ഭയങ്കര പുറകോട്ടാണ് പച്ചക്കറി. അജ്ജുവും തളർന്നിരിക്കുകയാണ്. എല്ലാവർക്കും ക്ഷീണമായിപ്പോയി ഇപ്രാവശ്യത്തെ ട്രാവൽ കേട്ടോ. ഇവരുടെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇവരുടെ ബീഫ് ബിരിയാണി കേട്ടോ. നല്ല ചൂടോടെ, അതായത് നമ്മൾ തൊട്ടടുത്തായ കാരണം പോയിട്ട് വരുമ്പോഴത്തെ നല്ല ചൂടായിട്ട് കഴിക്കാമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുക. അന്ന് ഞാൻ ഇച്ചിരി ബിരിയാണി കഴിച്ചു കേട്ടോ. അന്നാണ് ആദ്യമായിട്ട് ഞാൻ കുറച്ച് ഫുഡ്, ചോറും തൈരും മാറ്റിയിട്ട് കുറച്ച് ഫുഡ് കഴിച്ചത് അന്നാണ്. പിന്നെ ഇനി മീൻകറിയൊക്കെ എൻ്റെ സ്പെഷ്യലാണ്, അതൊക്കെ കഴിക്കണം. അപ്പോൾ ആദ്യം ഇത് കഴിക്കാമെന്ന് വെച്ചിട്ട് ഇത് കഴിച്ചിട്ട് പിന്നെ എനിക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ആൻറ്റിബയോട്ടിക് 3-4 ദിവസം ആയല്ലോ. അങ്ങനെ അതായത് ഞങ്ങൾ വന്നത് ട്യൂസ്ഡേ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് മൺഡേ ആണല്ലോ, ഒരാഴ്ച ആയപ്പോഴത്തേനും ഇപ്പോൾ എനിക്ക് ശരിയായി. അതായത് ഇത് 2 ദിവസം മുമ്പുള്ള വീഡിയോ ആണ്. അന്നേരം തൊട്ട് എനിക്ക് ശരിയായി. അത് കഴിഞ്ഞ് പപ്പടം, സാലഡ്, അപ്പോൾ എല്ലാം കൂട്ടി കുറച്ച് ഞാൻ കഴിച്ചു. അതായത് ട്രയൽ പോലെ കഴിച്ച് നോക്കിയിട്ട് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഇപ്പോൾ ഒന്ന് നേരെയായ പോലെ തോന്നുന്നു. അപ്പോൾ ഞാൻ ഓർത്തു നാളെ നമുക്ക് ഷീമാട്ടിലൊന്ന് പോകാം. കുറച്ച് മോക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട്, ചുരിദാർ സ്റ്റിച്ച് ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വന്നപ്പോൾ നടന്നില്ല. അവിടെ വന്നപ്പോൾ അവൾക്ക് സുഖമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ പോയി തുണി എടുത്തിട്ട് അവിടെ അടുത്ത് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് തയ്ക്കാനൊരു ചേച്ചിയുണ്ട്, അവിടെ കൊണ്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തയ്ച്ച് തരാമോ. ഇവർക്കും പോവാറായി കേട്ടോ. അപ്പം മോനിരുന്ന് അവന് ചില സംഗതികളൊക്കെ ഇഷ്ടമാണ്, ചിലത് ഇഷ്ടമല്ല. അപ്പം ചിക്കൻ ഫ്രൈ കൊണ്ടുവന്ന്, ചിക്കൻ 65 ആയിരുന്നു. അതവൻ പറയായിരുന്നു നല്ല ടേസ്റ്റിയാണ്, കൊള്ളാം എന്ന് പറഞ്ഞ് കഴിക്കുകയായിരുന്നു. പിന്നെ മോക്ക് പിന്നെ നമ്മൾ എല്ലാം ഫീഡ് ചെയ്യണം കേട്ടോ, അല്ലാതെ തന്നെ കഴിക്കുന്ന പരിപാടിയൊന്നുമില്ല. തന്നെ കഴിച്ചാൽ കുറച്ചൊക്കെ കഴിക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കിരുന്ന് എല്ലാവരും കൂടെ നല്ലതായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം നല്ല മഴയുണ്ട് കേട്ടോ. നല്ല മഴയെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മഴയുണ്ട്, ഇടയ്ക്ക് മഴ കുറവുണ്ട് അങ്ങനെ. അപ്പോൾ ഗോപു അവിടെ ചെയ്യുന്ന ഒരു എക്സസൈസ് പാറ്റേണിനെ പറ്റി പറയാമായിരുന്നു കേട്ടോ. ഓറഞ്ച് തിയറി എന്ന് പറഞ്ഞിട്ട്, നമ്മൾ ഓറഞ്ച് സോണിൽ വരുമ്പം എത്ര കാലറി ബേൺ ആവും, പിന്നെ ഗ്രീൻ സോണിൽ, അപ്പോൾ അതിനെപ്പറ്റി പറയായിരുന്നു. അപ്പോൾ അമ്മ ഇന്ന് അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ഒന്നും കുക്കിംഗ് ഇല്ലായിരുന്നു. അമ്മ അത് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ വിളമ്പുകയാണ്. അപ്പോൾ ഇവന് ബീഫ് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ മീരയുടെ വീട്ടിൽ പോയിട്ട് ഇവരെ അവിടെ നിർത്തിയിട്ടാണ് ഞങ്ങൾ കോട്ടയത്തിന് പോയത്. ഞാനും അജ്ജുവും ഗോപുവും കൂടെ കോട്ടയത്തിന് ചീമാട്ടി പോയി.
ശിമാവട്ടിയിൽ പോയി കുറച്ച് റണ്ണിങ് മെറ്റീരിയൽസൊക്കെ എടുക്കണമായിരുന്നു. കുറച്ചല്ല കേട്ടോ, മോൾക്ക് തയ്ക്കാനുള്ളത് മാത്രം. പെട്ടെന്ന് തയ്ച്ച് അവർ തരാമെന്ന് പറഞ്ഞു. ഞാനത് വിളിച്ച് ചോദിച്ചിട്ടാണ് പോയത്. അങ്ങനെ എനിക്ക് അങ്ങനെ നോർമലായി വന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ആൻറ്റിബയോട്ടിക്സ് നടന്നുകൊണ്ടിരിക്കുക, എന്നാലും കുറച്ച് നോർമലായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് തുണിയൊക്കെ എടുത്തിട്ട് അവരെ പിറ്റേ ദിവസം പോയി വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുവാണ് കേട്ടോ. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കഞ്ഞിക്കുഴി നമ്മളൊരു ജ്യൂസി ബാംഗ്ലൂർ ജ്യൂസി എന്നാണ് തോന്നുന്നു പേര്. നല്ല ജ്യൂസ് കിട്ടുന്നത്, ഫ്രഷ് ജ്യൂസും അവരുടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് അവിടെ കയറാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗോപുവിൻ്റെ അടുത്ത് ഇങ്ങനെ വരണം. അപ്പം അജ്ജു പറഞ്ഞു അജ്ജു ഡ്രൈവ് ചെയ്യാം, അജ്ജുവിൻ്റെ ലേണേഴ്സൊക്കെ ഉണ്ട്, ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗോപു പറഞ്ഞു നമുക്ക് അവിടെ ജ്യൂസ് കുടിക്കുന്നിടത്ത് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ നിനക്ക് വണ്ടി ഓടിക്കാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പോവാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ജ്യൂസി ബാംഗ്ലൂർ എത്തി. അപ്പോൾ അവിടെ ഏതൊക്കെ അവരുടെ സിഗ്നേച്ചർ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു മലാബ എന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഫ്രൂട്ടിൻ്റെയും കൂടെ ഉണ്ട്, അത് ചിക്കു ആപ്പിൾ എല്ലാം. അപ്പം ഞങ്ങൾ ഒരു ചിക്കു ഷേക്ക്, ഒരു ചിക്കു ടെൻഡർ കോക്കനട്ട് ഷേക്ക്, പിന്നെ ഒരു ഓറഞ്ച് ഷേക്ക്, അത്രയും 3 എണ്ണം ഞങ്ങൾ ടേക്ക് അവേ ആയിട്ട് എടുത്തു. പിന്നെ ഒരു മലാബ ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ, ഇവിടെ ഇരുന്ന് കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട്. നല്ലതായിരുന്നു കേട്ടോ. അതിനകത്ത് പീസസൊക്കെ ഇട്ടിട്ട് ഐസ്ക്രീമും പിന്നെ നമ്മൾ ടെൻഡർ കോക്കനട്ടും പിന്നെ നമ്മൾ ഏത് ഫ്രൂട്ട് പ്രിഫർ ചെയ്യുന്നു അതും കൂടെ ഇട്ടിട്ട് അതൊക്കെ ഞങ്ങൾ കഴിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ നാട്ടിലെ വ്ളോഗ് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ് കേട്ടോ. ഇതിന്ന് ഞാൻ നിർത്തുകയാണ്. അടുത്ത ദിവസങ്ങളിൽ പിന്നെയും വേഗം കാണാം. നന്നായിട്ടുള്ള വീഡിയോസുമായിട്ട് കാണാം.